2 മാസം കൊണ്ട് വാശിപ്പുറത്താണ് ഞാൻ വണ്ണം കുറച്ചത്. പിന്നീട് ആമാശയം ചുരുങ്ങുക, നമ്മളുടെ രോഗപ്രതിരോധ ശക്തി കുറയുക, അതുപോലെ കണ്ണൊക്കെ കുഴിഞ്ഞു നിൽക്കുക, എന്തെങ്കിലും കഴിച്ചാൽ ഉടനെ ഛർദ്ദിക്കുക, അങ്ങനെയുള്ള പല ഹെൽത്ത് ഇഷ്യൂസിലും കൂടെയാണ് ഇദ്ദേഹം കടന്നുപോയത്. ജാസ്മിൻ വിമൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. ജാസ്മിൻ ഒരു ഓഡീഷനിൽ പങ്കെടുത്തപ്പോൾ വെയിറ്റ് കുറച്ചിട്ട് ചെല്ലാമെങ്കിൽ അവർക്ക് ചാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞു. അതിന്റെ ഫലമായി ജാസ്മിൻ പെട്ടെന്ന് വെയിറ്റ് കുറച്ചതിന്റെ പരിണിത ഫലങ്ങൾ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഞാൻ ഈ താഴെ പറഞ്ഞത്. അവസാനം ഈ പ്രോബ്ലംസിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം ഒരു ഡോക്ടറെ കാണേണ്ടി വന്നു. ഇപ്പോൾ ജാസ്മിൻ അത്യാവശ്യം നല്ലപോലെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ എത്രമാത്രം ഫുഡ് എത്ര അളവിൽ കഴിക്കണമെന്ന് വ്യക്തമായ ഒരു ധാരണയുണ്ട് എന്നാണ് ജാസ്മിൻ തന്നെ പറയുന്നത്. ഇങ്ങനെ ഒരു അബദ്ധം ഈ ഭൂമിയിൽ 90% ആളുകൾക്കും സംഭവിക്കും. തുടക്കകാലങ്ങളിലൊക്കെ ഞാനും ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, വെറുതെ വണ്ണം കുറയ്ക്കുന്നതും ഹെൽത്തി ആയിട്ട് ഡയറ്റ് നോക്കി വണ്ണം കുറയ്ക്കുന്നതും രണ്ടും രണ്ടാണ്. ഉദാഹരണത്തിന്, ഞാൻ എൻ്റെ ക്ലയൻസുമായിട്ട് വീഡിയോ കോളിൽ സംസാരിക്കുമ്പോൾ ചില ക്ലയൻസ് ഉണ്ട്, അവർ പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നും കഴിക്കില്ല. അതായത് ഞാൻ അസൈൻ ചെയ്ത ന്യൂട്രീഷൻ പോലും അവർ കഴിക്കാതെ ഒരാഴ്ച കൊണ്ട് പറയും ഞങ്ങൾ 2 കിലോ കുറച്ചിട്ടുണ്ട്, 3 കിലോ കുറച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. എന്നാൽ അവരോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും, നമ്മൾ കഴിക്കാതെ വണ്ണം കുറയ്ക്കുന്നത് ഒരു ഹെൽത്തി വെയിറ്റ് ലോസ് എന്ന് കണക്കാക്കാൻ പറ്റില്ല. ഞാൻ അസൈൻ ചെയ്ത് തന്ന ആ ന്യൂട്രീഷൻ കഴിച്ചുകൊണ്ട് വണ്ണം കുറയ്ക്കുകയാണെങ്കിൽ അതാണ് ഹെൽത്തി വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. ഒരു കാര്യത്തോട് ഞാൻ അവരോട് പറയും, ഈ കഴിക്കാതെ വെയിറ്റ് കുറഞ്ഞതൊന്നും ഞാൻ എൻ്റെ ഡയറിയിൽ നിങ്ങൾക്ക് വെയിറ്റ് കുറഞ്ഞു എന്ന് എഴുതില്ല. നമുക്ക് 2 രീതിയിൽ വണ്ണം കുറയ്ക്കാം. ഒന്ന്, നമുക്കിപ്പോൾ ഉള്ള അറിവൊക്കെ വെച്ചിട്ട് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ട് നമ്മളൊരു ഡയറ്റ് ക്രിയേറ്റ് ചെയ്ത് വണ്ണം കുറയ്ക്കാം. പക്ഷേ ഇങ്ങനെ കുറയ്ക്കുന്ന ആളുകൾ ഒരു കാര്യത്തോട് ഓർത്തോണം, നിങ്ങൾക്ക് വണ്ണം കുറച്ചിട്ട് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതുകൂടെ ഫേസ് ചെയ്യാനുള്ള മനക്കരുത്തോടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഉദാഹരണത്തിന് നമുക്ക് ജാസ്മിൻ്റെ കാര്യം തന്നെ എടുക്കാം. ജാസ്മിൻ വണ്ണം കുറച്ചത് 22ാമത്തെ വയസ്സിലാണ്, സോ ചെറുപ്പത്തിലാണ്. അതുകൊണ്ട് അയാൾക്ക് പെട്ടെന്ന് ബോഡി റിക്കവർ ചെയ്യാൻ സാധിച്ചു. എന്നാൽ നിങ്ങൾ 30 കഴിഞ്ഞ ആളാണെങ്കിൽ കൂടുതൽ നിങ്ങളുടെ ശരീരത്തെ പരീക്ഷിക്കാതിരിക്കുക. കാരണം 30 വയസ്സ് കഴിഞ്ഞ് വരുന്ന ഹെൽത്ത് ഇഷ്യൂസ് മേ ബി നമുക്ക് ജീവിതകാലം മുഴുവൻ നീണ്ടു നിന്നേക്കാം. അത് നിങ്ങളുടെ ഫാമിലി ലൈഫിനെയും സാരമായി ബാധിക്കും. എന്താണ് ഇതിനുള്ളൊരു സൊല്യൂഷൻ? നിങ്ങളൊരു 30, 35, 40 വയസ്സുള്ള ആളൊക്കെ ആണെങ്കിൽ ഒരു ഹെൽത്ത് പ്രൊഫഷണലിൻ്റെയോ അല്ലെങ്കിൽ ഒരു ട്രെയിനറുടെയോ സഹായത്തോടു കൂടി മാത്രം വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഹെൽത്തി അല്ല. പക്ഷേ പ്രോപ്പർ ന്യൂട്രീഷൻ ബോഡിയിലേക്ക് കൊടുത്ത് കാലറി കുറച്ച് പതുക്കെ നിങ്ങളുടെ വണ്ണം കുറയ്ക്കുന്നതാണ് ഹെൽത്തി വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. സോ ഹെൽത്തി വെയിറ്റ് ലോസ് ചെയ്യാൻ താല്പര്യമുള്ളവർ, എസ്പെഷ്യലി 30 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ DME I will help you.